അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെ നിങ്ങളൊക്കെ വർത്താനം? നമുക്കൊക്കെ ഇവിടെ സുഖമാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ എല്ലാവർക്കും സുഖമാവട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് കുറേ എല്ലാവർക്കും നോമ്പും കാര്യങ്ങളൊക്കെ അല്ലേ, എനിക്ക് മെൻച്ചുളി കഴിഞ്ഞിട്ടില്ല കേട്ടോ എൻ്റെ. അപ്പോൾ ഇന്ന് ഫ്രീ ആയ ദിവസമേ, അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ആയൊക്കെ നമ്മളെ പുഴയിൽ കൊടുത്തിട്ടൊന്ന് കേകി ഇവിടെ തന്നെ ഉണക്കാട്ടീന് കേട്ടോ. അപ്പോൾ അത് എടുത്തതാണ്. അപ്പോൾ ചവിട്ടികളൊക്കെ അവിടെ ഇട്ടിക്കണം ഇഷ്ടം പോലെ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തേക്കാൻ വേണ്ടി പോകുന്നതാണ് കേട്ടോ. ഉണങ്ങിയിട്ടില്ല, അതവിടെ എടുക്കുവോ? പിന്നല്ലാതെ അതായിട്ട് ചേരൂലേ? അതായിട്ട് വാവ്. സോന് വലിയ ചവിട്ടിയിട്ട് പോകുന്നുണ്ട് കേട്ടോ. ഉപ്പായിട്ടിട്ടില്ല, കോപ്പിറൈറ്റ് വരികയാവും. പുല്ലാണ് നിലത്തട്ടിച്ചല്ലേ, നിലത്തട്ടിച്ചല്ലേ തിരുമ്പിക്കണേ. ഞാൻ അവിടെ സിറ്റ് ഔട്ട് കൊണ്ടുപോയിട്ടിട്ടുള്ള കേട്ടോ. വീഡിയോ എടുക്കല് അപ്പം ഞാനിതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മളെ ചവിട്ടിയൊക്കെ വെയിലത്ത് നിന്ന് എടുത്തുകൊടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോൻ്റെ മുമ്പിൽ അതാണ് കൊടുത്തു എന്ന് മാത്രം കേട്ടോ. വൈകുന്നേരം പങ്കെടുക്കുന്ന സമയത്താണ് കൊണ്ടുവന്നതിന്. അപ്പോൾ നമുക്ക് ഈ കൊല്ലത്തെ ആദ്യമായിട്ട് പച്ചച്ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ പച്ചച്ചക്ക പിന്നെ കൊല്ലം നമ്മൾ ചക്കക്കൂട്ടാൻ വെച്ചിട്ടില്ലേനി. അപ്പോൾ കൂട്ടാൻ വെക്കാനൊരാഗ്രഹം കേട്ടോ. നോമ്പിനാണ് കിട്ടിയതെങ്കിലും അതാണ് വെച്ചിട്ടോ. പിന്നെ നമ്മൾ ജ്യൂസ് അടിക്കുന്നത് ഷമാമാണ് കേട്ടോ. അപ്പോൾ ഷമാമക്ക് ഞാനൊരു 5 രൂപേൻ്റെ ബൂസ്റ്റിൻ്റെ പാക്കറ്റും പാടെ ഇട്ടിട്ടാണ് കേട്ടോ അടിക്കുന്നത്. പഞ്ചസാരയും പാലും ബൂസ്റ്റും ചേർത്തിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഷമാമിന്. അതങ്ങനെ റെഡിയാക്കിയപ്പോൾ നമ്മൾ ചക്ക വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. വെറും മഞ്ഞളും ഉപ്പിട്ട് വേവിച്ചിട്ടേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയും പിന്നെ തേങ്ങയും ചെറിയ ജീരകമൊക്കെ ഇട്ടുങ്ങാണ്ട് പിന്നെ ഒന്നിങ്ങോട്ട് ചതച്ചിട്ടേക്ക് ഇട്ടുക്കണം കേട്ടോ. പിന്നെ ആ ചെറിയുള്ളി ഇട്ടുകൊണ്ട് തൂമിച്ചെടുക്കുന്നുണ്ട്. നമ്മളെ ചക്കപ്പുഴുക്ക് നല്ല ടേസ്റ്റാട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ. മക്കളെ തൊണ്ടവേദന കൊണ്ട് സൗണ്ടൊന്നും ക്ലിയറായി കിട്ടണം കേട്ടോ. ഭയങ്കര തൊണ്ടവേദനയാണ്. നമ്മൾ ഈ നോമ്പുറക്കുമ്പോൾ ഈ തണുത്ത വെള്ളം കുടിച്ചിട്ടേ എന്നാലും ഒരു സുഖമല്ല തൊണ്ടക്കൊന്നും. അപ്പോൾ അതാ നമ്മളെ ചക്കപ്പുഴുക്ക് കഴിക്കണുണ്ട്. നമ്മൾ നോമ്പുറക്കുന്നതിന് മുമ്പ് നല്ല ഇഷ്ടത്തോടുകൂടി ഉണ്ടാക്കും. തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ടി വരില്ല. ഏതായാലും വെള്ളം കുടിച്ചാൽ പിന്നെ നമുക്കൊന്നിനും ആവശ്യമൊന്നും ഉണ്ടാവില്ല. അതാ കുറച്ച് കട്ട്ലറ്റ് ഉണ്ടാക്കിക്കണം കേട്ടോ. അപ്പോൾ അതാ കുറച്ച് മന്തി വെക്കണുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ നമ്മളെ സാധാ 5 ലിറ്ററിൻ്റെ കുക്കറിലിട്ടോ കുറച്ചുള്ളൂ കേട്ടോ ഉണ്ടാക്കണമൊക്കെ. കൂടുതലുണ്ടാക്കിയൊക്കെ ഇങ്ങനെ ബാലൻസാക്കി കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഞാൻ അടിയിലും നടുവിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് 2 കഷ്ണം മേലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പുകയൊന്നും ഇടുന്നുണ്ടല്ലോ കേട്ടോ. ഒരു തട്ടിക്കൂട്ട് മന്തിയാണ് കേട്ടോ. അപ്പോൾ കളറുകളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വെറുതെ മന്തി മസാല പുരട്ടിയിട്ട് അരിയൊക്കെ നമ്മളെ ബസുമതി റൈസ് വൈറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതാ കട്ട്ലറ്റ് ഞാനിങ്ങനെ നമ്മളെ ചെറിയ ചട്ടിയിലിട്ട് കാണാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അയക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ അവിടേക്ക് പോയപ്പോൾ എൻ്റെ പൂച്ചാളിൻ്റെ മുന്നിൽ ഓടിയതാണ് കേട്ടത്. അതൊക്കെ കഴിഞ്ഞ് വന്ന് ഞാനിതാ നമ്മളെ അയൽവാസിൻ്റെ ഇരുന്നൊരു വത്തക്കൊക്കെ കൊണ്ടുവന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം നമുക്ക് മഞ്ഞേനി. അപ്പം ഇന്നൊന്ന് ചുമപ്പാക്കുക വിചാരിച്ചാണ്. ചുമപ്പ് വത്തക്കേട്ടൊന്നും വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിന്മേൽ ഒരു കഷ്ണം എടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് മഞ്ഞ ഉണ്ട് അവിടെ. ഇത് മൊത്തത്തിലൊന്നും വേണ്ട. ഇപ്പോൾ തുറക്കുമ്പോൾ പിന്നെ അങ്ങനെ കട്ട് ചെയ്ത് കഴിക്കും. ഇപ്പോൾ തൽക്കാലം കുറച്ചെടുക്കണുള്ളൂ കേട്ടോ. അതാ മഞ്ഞൻ്റെ കൂട്ടത്തിൽ കുറച്ചുണ്ട്, ചുമപ്പും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെന്താ പിന്നെ പൈനാപ്പിൾ അവിടെ ഉണ്ട് കേട്ടോ. പക്ഷേ പൈനാപ്പിൾ കഴിക്കുമ്പോൾ എന്താ എല്ലാവർക്കും ഒന്നും പറ്റില്ല കേട്ടോ. തൊലിയൊക്കെ പോവുകയാണ്. നാവിൻ്റെയും വായിൻ്റെ ഉള്ളിലൊക്കെ ആകെ തൊലി പോവുകയാണ് കേട്ടോ. ചിലപ്പോൾ ചില സമയത്ത് കുഴപ്പമില്ല അറിഞ്ഞില്ലേ. അപ്പോൾ അതാ ഷമാം ജ്യൂസും കട്ട്ലറ്റും ഇത്ര ഉള്ളൂ കേട്ടോ. ഫ്രൂട്ട്സ് ആർഭാടമില്ലാത്തൊരു നോമ്പ് തുറട്ടോ. അപ്പോൾ ഇതാ ഇത്രയും സാധനമാണ് അൽഹംദുലില്ലാ നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നോമ്പ് തുറക്കാനായപ്പോൾ നല്ല ബാങ്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് സാധനമൊക്കെ റെഡിയാക്കുന്നത്. ഇതാ അത് കഴിഞ്ഞതിന് ശേഷം ചക്ക പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നല്ലോ, അതാണിത്. പിന്നെ അത് നമ്മളെ മന്തി തുറന്ന് നോക്കിയിരിക്കണ കളറൊന്നും ചേർക്കാത്തതുകൊണ്ട് വെള്ളമായി നിൽക്കുന്നുണ്ട് കേട്ടോ. മന്തിൻ്റെ ഒരു കളർഫുള്ളായിട്ടുള്ള കളറുകളൊന്നും ചേർക്കാത്തതുകൊണ്ട് നമ്മൾ
പിന്നെ അതിലൊരു കളറ് കിട്ടണില്ല. മന്തിക്ക് കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല. പക്ഷേ കളറില്ല പറഞ്ഞില്ലേ, കളറുകൾ ഒഴിച്ചു കൊടുത്തിട്ടില്ല. മഞ്ഞ കളറും ചുവപ്പ് കളറും ഒന്നും ചേർത്തിട്ടില്ല. നോർമൽ മന്തി മസാല പുരട്ടിയാണ് ഉണ്ടാക്കിയെന്ന് മാത്രം കേട്ടോ. അപ്പോൾ ഞാൻ കഴിക്കാൻ ലേശം ചക്കപ്പുഴുക്കും അച്ചാർ കൊടുത്തിരിക്കണം. സോനു ഇവിടെ മന്തി മയോണൈസൊക്കെ ഒഴിച്ചിങ്ങാണ്ട് കഴിക്കണുണ്ട്. പിന്നെ നമ്മളെ മിന്നതാ SLC പരീക്ഷണമല്ലേ നാളെ ഇംഗ്ലീഷിൻ്റെ. ഓള് ക്ലാസ് കാണണം, ഭക്ഷണം കഴിക്കണുള്ളൂ, നോമ്പറന്ന് ഭക്ഷണം കഴിക്കണുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെറിയൊരു വീഡിയോ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ. നമ്മൾ നോമ്പിൻ്റെ മുമ്പ് സോനുവിൻ്റെ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം. അപ്പോൾ അവിടെ LKG വിഭാഗമാണ് കേട്ടത്. അപ്പോൾ നമ്മളെ കുട്ടികളെ ELP വിഭാഗത്തിൻ്റെ ഒരു ഡ്രാമ പോലെ ടീച്ചർ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് സ്റ്റേജിൽ സ്കൂളിൽ കളിച്ചതിൻ്റെ മുമ്പ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയാണ് ഒന്ന് റിഹേഴ്സൽ നടത്തുമല്ലോ. അത് നടത്തുന്നതുപോലെ മുറ്റത്ത് വെച്ചിട്ട് ഞാൻ ഇതിലൊന്ന് ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അവർ പഠിക്കുന്ന ടൈമിൽ വീഡിയോ എടുത്തത് കേട്ടോ. സ്റ്റേജിൽ ഒരു അടിപൊളിയിൽ ചെയ്തിട്ടുണ്ടേനി. അപ്പോൾ ഒന്ന് വീഡിയോ കണ്ടു നോക്കി കേട്ടോ. Today we take you on a journey to explore the importance of soil and the impact of human actions on soil. Characters are Nima as soil, Sana as tree, Hana, Jamnas, Ashmil as nature exploiters. I am the foundation of life. I nurture, I sustain, and I give. But I am dying. Slowly, silently, I am dying. Soil erosion, pollution, degradation. Human activities have ravaged me. I am dying hard. We can go in the river. No, the plastic here. Yes, nobody will see. Just like you, I can die these harmful chemicals. Please avoid plastic. Okay. Wow, this is best location for our shopping mall. Is it clear this plot? Yes. Let's cut the trees. Deforestation have left me barren. My fertility is gone. My structure is crumbling. Stop it. We should save the soil. Soil conservation. Protect the nature. Save the soil. Protect the nature. I am not just dead. I am a living ecosystem. Let us pick the plastic waste from soil. Yes. We shall plant some trees here. Yeah. There is a hope. You can save me. Plant trees, avoid chemicals. Save me, save life. The future is in your hands. Just join hands. No, I like that.